റെസിപ്പി മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ട, 1 കപ്പ് പാല്. ഇത് നല്ല തണുത്ത പാൽ തന്നെയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. പിന്നെ 1 പിഞ്ച് ഉപ്പ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമുക്കിനി ഈ മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് 2 ബൗൾ എടുക്കാം. ഇത് ഈ മുട്ടേന്റെ യെല്ലോയും വൈറ്റും വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ചെറിയൊരു ബൗളിലേക്ക് ഇതിന്റെ വെള്ളം മാറ്റാം. മുട്ടന്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇതൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്കർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ നന്നായിട്ട് ഫോമായി വന്നിട്ടുണ്ട്. മറ്റേ ബൗളിലേക്ക് ഇതിന്റെ എഗ് യോക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇത് എഗ് ബീറ്റർ തന്നെ വേണമെന്നില്ല, ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു തടിത്തവി വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറേശ്ശെ മൈദ ബേക്കിംഗ് പൗഡർ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ബീറ്റർ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഇതുപോലത്തെ ഒരു വുഡൻ സ്പൂൺ വെച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ചേർത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പതുക്കെ വേണം ഇതിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാൻ.
കുറേശ്ശെ എഗ് വൈറ്റ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ എഗ് വൈറ്റും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം, എഗ് വൈറ്റ് മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാന് ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇപ്പൊ ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ചു കൊടുക്കാം. നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാൻ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിലൊന്ന് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കണം. അപ്പൊ ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ പാനാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ തവിക്ക് ഒരു തവി മാവ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് റൗണ്ട് ഒന്നും ചെയ്യരുത്, അത് താനെ റൗണ്ടായിട്ട് വന്നോളൂ. ചെറിയ തീയിൽ വേണം ചെയ്തെടുക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂടിയാൽ ഇതിന്റെ അടിഭാഗത്ത് നമുക്ക് നല്ല കളറ് കിട്ടൂല. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ ഇതിലിങ്ങനെ ഹോൾസ് ഇങ്ങനെ വരും. ഇതിനിങ്ങനെ ഹോൾസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ പാൻകേക്കിന്റെ ബാറ്ററി നല്ല കറക്റ്റ് ആണെന്നുള്ളത്. ഈ പാൻകേക്ക് നമുക്കൊക്കെ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ കളറ്. ഇനി അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാനുണ്ട്. അപ്പൊ അത് അപ്പുറത്തെ സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചട്ടിയിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ എല്ലാതും നമുക്ക് ചുട്ടെടുക്കാം. ഈ ബബിൾസ് പെട്ടെന്നൊന്നും വരൂല, കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ചെറിയ തീയിലായതുകൊണ്ട് ഇത് നല്ലോണം ക്ഷമയോട് കൂടിയിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അങ്ങനെ നമ്മുടെ പാൻകേക്ക് ഇവിടെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതോടുകൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോഴേ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.